592 വഴിയിൽ കിടക്കുന്ന തേങ്ങ. ഞാനിന്ന് വരാൻ കുറച്ച് വൈകും. സ്റ്റേറ്റ് ബാങ്കിലെ ദാമോദര സാറിന്റെ ഭൂമി അളന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു മണിക്കൂർ ജോലിയുണ്ട്. ഒരു 6:15 ഞാൻ ഇവിടെ എത്തും. മോഹനേട്ടൻ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തായാലും ഇങ്ങനെ ചെയ്യുന്ന സഹായങ്ങൾക്ക് മോഹനേട്ടൻ 10 പൈസ പോലും പ്രതിഫലം വാങ്ങില്ല. ആരെ വിളിച്ചാലും 12,000 രൂപ കൊടുക്കേണ്ട ജോലിയാ. മോഹനേട്ടൻ പൈസ വാങ്ങിക്കാത്തതുകൊണ്ട് എല്ലാവരും മോഹനേട്ടനെ തന്നെ വിളിക്കും. എല്ലാവരും എന്നെ വിളിക്കുന്നത് ഞാൻ പൈസ വാങ്ങാത്തത് കൊണ്ടല്ല. മോഹനേഷൻ ഭൂമി അളന്നതാ. കാട്ടുകിട തെറ്റില്ല എന്നെല്ലാവർക്കും അറിയാം. ശരി, മോഹനേട്ടന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ അത് സമ്മതിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു അവധി ദിവസം അത് ചെയ്താൽ പോരെ മോനേട്ടാ? രാവിലെ മുതൽ വൈകിട്ട് വരെ വില്ലേജ് ഓഫീസിലിരുന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് പിന്നെയും വൈകുന്നേരം ആവുമ്പോ വല്ലവർക്കും വേണ്ടി വെറുതെ ജോലി ചെയ്യുന്ന എന്തിനാണ്? ഒരാൾക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു. അപ്പൊ പിന്നെ അവർക്ക് ഗുണമുള്ള സമയത്തിന് അത് ചെയ്തു തീർക്കണ്ടേ? ദാമോദര സാറിന് സ്ഥലം അളക്കുന്നത് കൊണ്ട് അത്യാവശ്യമുണ്ട്. ഞായറാഴ്ച വരെ കാത്തിരിക്കാൻ പറ്റില്ല. ശരി, നടക്കട്ടെ. അല്ലെങ്കിലും എന്റെ കാര്യം ഒഴിച്ച് ബാക്കി സകലരുടെയും കാര്യത്തിൽ മോഹനേട്ടന് ഭയങ്കര ഉത്കണ്ഠയാണല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞാൽ മാത്രം മോഹനേട്ടൻ അത് മൈൻഡ് ചെയ്യുക പോലും ഇല്ല. നീ പറഞ്ഞ ഏത് കാര്യമാണ് ഞാൻ മൈൻഡ് ചെയ്യാത്തത്? അയ്യോ, അങ്ങനെ ഒരു കണക്കുണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ പാടുപെട്ടു പോകും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മോഹനേട്ടൻ സാധിച്ചതിന്റെ കണക്കാണെങ്കിൽ പെട്ടെന്ന് തരാം. 4-5 തവണയേ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. അതെ, ഇന്ന് എനിക്കൊരാവശ്യമുണ്ട്. മോഹനേട്ടൻ അത് സാധിച്ചു തന്നേ പറ്റൂ. ഞാനത് പറയുമ്പോ തന്നെ നടക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഈ കാര്യം നടന്നേ പറ്റൂ. ഫോൺ അടിക്കുന്നുണ്ട്, ഞാനൊന്ന് എടുത്തിട്ട് വന്നിട്ട് കാര്യം പറയാം. കാര്യം പറയാലോ മോഹനേട്ടാ. മോഹനേട്ടാ, അത് ഈ ഷർട്ട് മുണ്ടൊക്കെ മാറിയിട്ട് വാ. അപ്പോഴേക്ക് ഞാൻ പോയി ഫോൺ എടുക്കട്ടെ. ആ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്തേക്കണേ. എന്തോ വലിയ പ്രശ്നമാണ് വരുന്നത്. എന്താ? ഹലോ വക്കീലെ, ഞാനാ പുരുഷോത്തമൻ. ആ, പുരുഷോത്തമൻ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. ആ പൈസ മിനിക്കാൻ തരാന്ന് പറഞ്ഞതല്ലേ? അത് പിന്നെ വക്കീലെ, ചെറിയൊരു തടസ്സം ഉണ്ടായി. ഞാൻ വിചാരിച്ച പൈസ ശരിയായില്ല. വക്കീൽ എനിക്ക് ഒരാഴ്ചത്തെ സമയം തരണം. ഇതെന്ത് വർത്താനാ പുരുഷോത്തമ? കേസ് ഏൽപ്പിക്കാൻ വന്നപ്പോ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. എത്ര കാശ് ചെലവായാലും കേസ് ജയിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആ വാക്കും വിശ്വസിച്ച് കഷ്ടപ്പെട്ട് കേസ് പഠിച്ച് വാദിച്ച് ജയിക്കുകയും ചെയ്തു. എന്നിട്ട് ഫീസിന്റെ ബാക്കി ചോദിക്കുമ്പോ പുരുഷോത്തമ കൈ മലർത്തുന്നല്ലേ? അതെവിടെ തന്നെയായോ പുരുഷോത്തമ? കൈ മലർത്തിയതല്ല വക്കീലെ, പൈസ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ തരാം, സത്യം. ഇനി ഇതുപോലെ ആവശ്യങ്ങൾ വരുമല്ലോ. അന്ന് പുരുഷോത്തമ വരുമ്പോ എന്താ പറയേണ്ടത് എനിക്കറിയാം. അങ്ങനെ പറയരുത് വക്കീലെ, ഒരബദ്ധം പറ്റിയതാ, ഇനി ഇത് ആവർത്തിക്കില്ല. പുരുഷോത്തമ തരുന്ന കാശ് ഞാൻ വേറൊരാൾക്ക് കൊടുക്കാൻ വെച്ചിരുന്നോ? അവരോട് ഞാൻ എന്ത് പറയും? പുരുഷോത്തമൻ അബദ്ധം പറ്റിയത് പറഞ്ഞാ പോരല്ലോ. എന്തായാലും ഇതുപോലത്തെ പണി ഇനി കാണിക്കരുത്. ഇനി വിദ്യാലക്ഷ്മിയോട് ഞാൻ എന്ത് പറയും? കഷ്ടം തന്നെ. ആ വിദ്യ, ഞാനാ. അതെ, ഒരബദ്ധം പറ്റി. ആ പുരുഷോത്തമൻ ഇന്ന് പൈസ തരാന്ന് പറഞ്ഞോണ്ടാ ഞാൻ നിന്നോട് ഏറ്റത്. ഇപ്പൊ പുരുഷോത്തമൻ വിളിച്ചിട്ട് പറയാ കാശ് ഒരാഴ്ച കഴിഞ്ഞിട്ടേ കിട്ടൂന്ന്. അതുകൊണ്ട് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവോ? അയ്യോ, മോഹനേട്ടനോട് ചോദിക്കാൻ പറ്റില്ല. വേറൊരു കാര്യം മോഹനേട്ടനെ കൊണ്ട് സാധിപ്പിച്ചെടുക്കാനുള്ളതാ. അതിന്റെ കൂടെ ഈ കാര്യം പറഞ്ഞ ആ പ്രശ്നമാവും. നീ എങ്ങനെയെങ്കിലും ഒരാഴ്ചയോട് ക്ഷമിക്കൂ. ഓ ശരി, താങ്ക്സ്. തൽക്കാലം രക്ഷപ്പെട്ടു. ഒന്നുമില്ല. വിദ്യാലക്ഷ്മി ഒരു കേസിന്റെ കാര്യം പറയായിരുന്നു.
ആ കേസ് കിട്ടിയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയായിരുന്നോ? നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. പറയാനുണ്ട്. അതെ, അത് കേട്ട് കഴിയുമ്പോ എതിട്ട് പറയല്ലേ പ്ലീസ്. നീ ഇത്രയും വളച്ചു കിട്ടിയ സ്ഥിതിക്ക് എന്തോ കുഴപ്പമുള്ള കാര്യമാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് അത് കേൾക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അല്ല, അത് അയ്യോ, ടൗണിൽ ഫർണിച്ചർ റോഡ് നടത്തുന്ന ബഷീറിന്റെ മോഹനേട്ടൻ അറിയാമോ? അറിയാം. ബാങ്കിൽ നിന്നെടുത്ത ലോൺ തിരിച്ചടയ്ക്കാത്തതിന്റെ പേരിൽ ബഷീറിനെതിരെ ബാങ്കുകാർ നടപടിയെടുത്തിട്ടുണ്ട്. കോടതിയിൽ ബാങ്ക് കേസ് കൊടുത്ത് ബഷീറിന്റെ വസ്തു അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. പഴയതുപോലെ ഫർണിച്ചർ കച്ചവടം ഒന്നും നടക്കാതെ ബഷീർ ആകെ പെട്ടുപോയതാ. ഓ, പാവം, നല്ലൊരു മനുഷ്യനായിരുന്നു. കച്ചവടം ചെയ്യുമ്പോ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഒരു കാലത്ത് എന്തുമാത്രം കച്ചവടം ഉണ്ടായിരുന്ന കടയായിരുന്നു, എല്ലാം പോയില്ലേ. ബഷീർക്ക് നല്ല മനുഷ്യനാ, എല്ലാവർക്കും സഹായം ചെയ്യും. അങ്ങനെ ഒരുപാട് പേർക്ക് കടമായിട്ട് ഫർണിച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ കടം തിരിച്ചു കൊടുത്തിട്ടുമില്ല. പിന്നെ ഇങ്ങനെ ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കുക. അത് കടം കൊടുക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. ബഷീർക്കയുടെ കേസ് ബാധിക്കുന്നത് ഞാനാ. പക്ഷെ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവും തോന്നില്ല. കാരണം ഈ ബാങ്കുകാരുടെ കയ്യിൽ സകല രേഖകളും ഉണ്ടേ. ബാങ്കിനെതിരെ കേസ് ബാധിച്ച് ജയിക്കുകയൊന്നും എളുപ്പമല്ലല്ലോ. ഇത്രയും നേരം നീ വട്ടം ചുറ്റി. ഇനി പറയൂ, നിനക്ക് എന്താ വേണ്ടത്? ബഷീർക്കട കടയില് 4-5 ലക്ഷം രൂപയുടെ ഫർണിച്ചർ കിടപ്പുണ്ട്. അത് മൊത്തത്തിൽ വിറ്റിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസ ബാങ്കിൽ അടയ്ക്കാൻ പറ്റും. ഇന്നലെ വക്കീൽ ഓഫീസ് വന്നപ്പോ ബഷീർക്ക് എന്നോട് ചോദിച്ചു, വക്കീലിന് ഫർണിച്ചർ വല്ലതും വേണോ എന്ന്. വേണ്ട എന്ന് നീ പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ ചുമ്മാ വെറുതെ ഒന്ന് ബഷീർക്കട കട വരെ പോയി നോക്കി. നല്ല ഭംഗിയുള്ള സെറ്റ് കൊണ്ട് പോരട്ടാ. 15,000 രൂപ ബഷീർക്ക് പറയുന്നത്. കുറച്ചുകൂടെ പൈസ കുറച്ച് തരും. ആ സെറ്റ് വാങ്ങാൻ പറ്റിയ 2 ഗുണമുണ്ടേ. നമുക്കൊരു പുതിയ സെറ്റുമായി ബഷീർക്ക് അതൊരു സഹായമാവും. അപ്പൊ അതാണ് കാര്യം. ഒരാളെ സഹായിക്കാൻ വേണ്ടി അയാളുടെ കടയിലുള്ള സാധനം വാങ്ങുക, അതും നമുക്ക് യാതൊരു പ്രയോജനമില്ലാത്തൊരു സാധനം. ഈ പ്രയോജനമുള്ളെന്ന് ആരാ മോഹനേട്ട പറഞ്ഞത്? നല്ല ഭംഗിയുള്ള സെറ്റിയാ. അത് ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു പോയി. എന്നോട് ചോദിക്കാതെ മോഹനേട്ടൻ ആ സെറ്റ് കണ്ട് സമ്മതിക്കും. അത്രയ്ക്ക് രസമാ. അങ്ങനെ രസമുള്ള ഒരുപാട് സാധനങ്ങൾ ഈ ലോകത്തുണ്ട്. അതൊന്നും ഞാൻ വാങ്ങാറില്ല. ഞാൻ ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ അത് എനിക്ക് പ്രയോജനമുള്ള ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നണം. സാറേ, അല്ല മോഹനേട്ട, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതെ, ഉത്തമൻ എന്തോ അത്യാവശ്യം പറയാൻ വന്നിരിക്കുക. ആദ്യം ഞാനത് തീർത്തോട്ടെ. നമസ്കാരമുണ്ട് സാർ. ബാലേന്ദ്ര സാറിന്റെ വസ്തുവിന്റെ പോക്കുവരോ എന്തായി എന്നറിയാൻ ബാലേന്ദ്ര സാർ പറഞ്ഞു വിട്ടു. പോക്കുവരോ ആയെങ്കിൽ കരമടയ്ക്കാൻ വേണ്ടി എന്റെ കയ്യിൽ കുറച്ച് പൈസ ഏൽപ്പിച്ചു. ബാലചന്ദ്രൻ സാറിന്റെ പോക്കുവരവ് ഈ ആഴ്ച ശരിയാവും. ഓ ഓ ഓ ഓ ഓ ശരിയായി കഴിയുമ്പോ ഞാൻ ഉത്തമനെ വിളിച്ചോളാം. ഓ വലിയ ഉപകാരം സാറേ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയോട്ടെ. നിൽക്കൂ, എനിക്ക് ഉത്തമനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താണ് സാറേ? ഉത്തമന് ഇപ്പൊ ഒരു സ്കൂട്ടർ സ്വന്തമായിട്ടുണ്ട്. ഓ ഓ ഓ അതിന് പകരം ഉത്തമൻ ഒരു കാർ വാങ്ങാത്തത് എന്താ? കാറ്? ഞാന്? അതെ, ഉത്തമന് വേണമെങ്കിൽ ഒരു കാർ വാങ്ങാമല്ലോ. കാറ് വാങ്ങാനുള്ള പൈസ എന്റെ കയ്യിലില്ല എന്നുള്ളത് ഒരു കാര്യം. ഇനി പൈസ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് എന്തിനാണ് സാറേ കാറിന്റെ ആവശ്യം? എന്റെ ജോലിക്ക് ഏറ്റവും പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂട്ടറാ. ശരി, സമ്മതിച്ചു. ഉത്തമന്റെ അടുത്ത സുഹൃത്തിന് ഒരു കാറുണ്ടു എന്ന് കരുതുക. അയാൾ കടം കയറി മുടിഞ്ഞു നിൽക്കുക. ആ കാർ വിൽക്കാൻ അയാൾ തീരുമാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ കാർ വാങ്ങാൻ ഉത്തമൻ തയ്യാറാകുമോ? ഏത് സുഹൃത്തിന്റെ കാര്യമാണ് സാർ ഈ പറയുന്നേ? അങ്ങനെ ഒരു സുഹൃത്തുണ്ടെന്ന് സങ്കല്പിക്കൂ, അത്ര മതി. ഓ, സങ്കല്പിക്കാൻ. ശരി, സങ്കല്പിച്ചു. പക്ഷെ സാറേ, ഈ സുഹൃത്തിന് കടം കയറിയെന്ന് കരുതി എനിക്ക് ഗുണമില്ലാത്തൊരു സാധനം ഞാൻ വാങ്ങേണ്ട കാര്യം എന്താണ്? എനിക്ക് ഗുണമില്ലാത്തൊരു സാധനം ഞാൻ വാങ്ങേണ്ട കാര്യം എന്താണ്? ഉത്തമൻ ഇപ്പൊ പറഞ്ഞാണ് ന്യായം. നമ്മൾ ഒരു സാധനം വാങ്ങുന്നത് ആ സാധനം നമുക്ക് ആവശ്യം വരുമ്പോഴാണ്, അല്ലാതെ വിൽക്കാൻ വെച്ചിരിക്കുന്നവര് കാശിന് ആവശ്യം വരുമ്പോഴാണോ? അങ്ങനല്ല. ഈ നിൽക്കുന്ന വക്കീൽ പറയുകയാണ്, ടൗണിൽ ഫർണിച്ചർ കട നടത്തുന്ന ബഷീറിന് കടം കയറി നിൽക്കുകയാണ്. ബഷീറിനെ സഹായിക്കാനായി ഞാൻ ഒരു സെറ്റ് വാങ്ങണമെന്ന്.
ന്യായമുണ്ടോ? അല്ല അത് അങ്ങനെ ബഷീറിനെ സഹായിക്കാൻ മാത്രമല്ല ഉത്തമ, നല്ല ഭംഗിയുള്ള സെറ്റിയാ. ബഷീർ ആവശ്യക്കാരനായതുകൊണ്ട് ചെറിയ വിലയ്ക്ക് അത് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാ ഞാനത് വാങ്ങാന്ന് പറഞ്ഞത്. പക്ഷേ വില കുറച്ച് കിട്ടും എന്നുള്ളത് കൊണ്ട് നമുക്ക് ഉപകാരമില്ലാത്തൊരു സാധനം വാങ്ങുന്നത് എന്തിനാണ്? ഈ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ബഷീറിന്റെ കടയിലെ സെറ്റ് വാങ്ങേണ്ട ആവശ്യം വരുന്നതേയില്ല. ഇനി ഇതിന്റെ കാര്യം പറഞ്ഞ് പറയാൻ വരില്ല. മനുഷ്യനായാലേ കുറച്ച് ബുദ്ധി വേണം. ഒരു 25,000 രൂപ മതിക്കുന്ന സെറ്റ് അതാണ് 15,000 രൂപയ്ക്ക് തരാന്ന് ബഷീർ പറഞ്ഞത്. ആ അവസരം നോക്കി അത് വാങ്ങുകയല്ലേ ചെയ്യേണ്ടത്. അതങ്ങനെ ഉടുത്ത ബിസ്കല്ലേ. വക്കീലെ, എന്താ? ഞാൻ ഇപ്പൊ ഒരു കാര്യം പറയുന്നുണ്ട് വക്കീൽ, ഒന്നും വിചാരിക്കരുത്. ഈ വിഷയത്തിൽ ഞാൻ സാറിന്റെ കൂടെയാണ്. നമുക്ക് വേണ്ടാത്തൊരു സാധനം നമ്മൾ വാങ്ങുന്നത് എന്തിനാണ്? നിങ്ങൾ ആണുങ്ങളെല്ലാരും ഇങ്ങനെയല്ലേ പറയൂ. കാശ് ചെലവാക്കാൻ എല്ലാവർക്കും ഒരേ ഒരു മടിയാണല്ലോ. ഉത്തോരടി കാര്യം പറഞ്ഞ എന്നെ പറഞ്ഞാ മതി. എന്തായാലും ലാപ്പിസറെ കൊണ്ട് അതൊന്ന് വാങ്ങിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. കുറച്ച് മുന്നേ കൂടി മോഹനേട്ടൻ പറഞ്ഞതാണ് എനിക്ക് ആവശ്യമുള്ള സകല സാധനങ്ങളും മോഹനേട്ടൻ വാങ്ങി തരാറുണ്ടെന്ന്. എന്നിട്ട് ഇപ്പോഴെന്തായി? നിനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ നിനക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ എന്നല്ല. ഇത്രയും ചെറിയ വിലയ്ക്ക് ഒരു സാധനം കിട്ടുമ്പോ ബുദ്ധിയുള്ളവരൊക്കെ അത് വാങ്ങിക്കില്ലേ എന്റെ മോനേട്ടാ? ആമേ, ഈ വീട്ടിൽ ആകെയുള്ളത് നമ്മൾ രണ്ടുപേരാണ്. വല്ലപ്പോഴും പുറത്തു നിന്ന് ആരെങ്കിലും വന്നാലായി. അങ്ങനെ ഒരു വീട്ടിൽ ഇനിയും സെറ്റ് വാങ്ങിയിടുന്നത് ധൂർത്താണ്. നിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പണം ധൂർത്തടിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം എന്റെ കയ്യിലെ പണം ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ്. എല്ലാവരും പണം ഉണ്ടാക്കുന്നത് അധ്വാനിച്ചാണ്. പക്ഷേ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കെട്ടിപ്പൊതിഞ്ഞു വെക്കാതെ ആവശ്യങ്ങൾക്ക് ചെലവാക്കും മറ്റുള്ള ആളുകള്. മോഹനേട്ടനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോ ഒരു പുതിയ സെറ്റ് വാങ്ങേണ്ട കാര്യം ഇവിടെ ഇല്ല. ഭാവിയിൽ ആവശ്യം വരും മോഹനേട്ടാ. അന്ന് ഇതിനൊക്കെ ഭയങ്കര വിലയായിരിക്കും. ഇപ്പൊ ചെറിയ വിലയ്ക്ക് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ അതിന് ഗുണം മനസ്സിലാവും. നീ എന്തൊക്കെ പറഞ്ഞാലും ഇമ്മാതിരി ധൂർത്തിന് എന്റെ കയ്യിൽ പണമില്ല. നീ അടുത്ത കേസിന് ഫീസ് കിട്ടുമ്പോ അത് വാങ്ങിച്ചോ. അതെന്തായാലും പറ്റില്ല. ഒന്നാമത്തെ കാര്യം, അടുത്ത കേസ് കിട്ടി ഫീസ് കിട്ടുന്നവരെ ആ സെറ്റ് അവിടെ കിടക്കില്ല. ബഷീർക്ക് അത് ആർക്കെങ്കിലും വിൽക്കും. രണ്ടാമത്തെ കാര്യം, അത്രയ്ക്ക് പെട്ടെന്ന് എനിക്ക് അങ്ങനെ പൈസ കിട്ടാനുമില്ല. അതുകൊണ്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം വെറുതെ കളയണം. എനിക്ക് ശമ്പളം കിട്ടാൻ ഇനി 3-4 ദിവസം എടുക്കും. ഇനിയിപ്പോ ശമ്പളം കിട്ടിയാലും അതുകൊണ്ട് എനിക്ക് ഒരുപാട് ആവശ്യമുണ്ട്. ശമ്പളം വേണ്ടല്ലോ, മോഹനേട്ടന്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ കിടപ്പില്ലേ? പക്ഷെ ബാങ്കിൽ കിടക്കുന്ന പണം ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലേ? അത് തോന്നുമ്പോ പിൻവലിച്ച എങ്ങനെയാ? വെറുതെ പലിശത്തിന് പോവില്ലേ? എനിക്ക് ആരുടെങ്കിലും ഒന്ന് വാങ്ങ്. അവരോട് ചോദിച്ചാൽ ആരാ പൈസ തരാത്തത്? ഞാൻ കടം വാങ്ങാനോ? നടന്നേനെ. ഇതിലും വലിയ ആവശ്യങ്ങൾ വന്നിട്ട് ഞാൻ കടം വാങ്ങിയിട്ടില്ല. പിന്നല്ലേ ഒരു പ്രയോജനമില്ലാത്തൊരു സെറ്റിക്ക് വേണ്ടി ഞാൻ കടം വാങ്ങാൻ പോകുന്നത്? അഹങ്കാരി. സത്യം പറയാലോ പ്രൊഫസറെ, പുതിയ മിക്സിയുമായി ഞാൻ കയറി ചെന്നപ്പോ അവളുടെ മുഖത്തൊരു അമ്പരപ്പായിരുന്നു. ഞാനേ അത് വാങ്ങുമെന്ന് അവള് കരുതിയേയില്ല. ചുരുക്കി പറഞ്ഞ വലിയൊരു വഴക്ക്. ഒരു മിക്സി വാങ്ങിച്ച് ശിശുപാലൻ ചേട്ടൻ അത് തീർത്ത് കളഞ്ഞു. എനിക്ക് ഈ ഐഡിയ പറഞ്ഞത് താലൂക്ക് ഓഫീസിലെ പിയൂണ് ശശാങ്കനും ഭാര്യയും തമ്മിൽ എന്നും വഴക്ക് കൂടാറുണ്ട്. വഴക്ക് തുടങ്ങിയാ പിന്നെ ശശാങ്കന്റെ ഭാര്യ അടുക്കളയിൽ കയറൂല. അതുകൊണ്ട് ശശാങ്കൻ പട്ടിണിയാവൂലേ. വൈകുന്നേരം ശശാങ്കൻ നസീറിന്റെ ചായക്കടയിൽ ചെന്ന് 2 പരിപ്പൂട വാങ്ങി പൊതിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലും. ശശാങ്കന്റെ കെട്ടിയവർക്ക് പരിപ്പൂടാന്ന് പറഞ്ഞാൽ ജീവനാ. പരിപ്പൂട കാണുന്നോടെ വഴക്കങ്ങ് തീരും. നിങ്ങളാണെങ്കിൽ ഇങ്ങനെയൊക്കെയാ. പെണ്ണുങ്ങൾ പാവങ്ങളായതുകൊണ്ട് നിസ്സാരമായി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്ത് പറ്റിക്കാൻ പറ്റും. ഞാനാ വാങ്ങിയ മിക്സി കൊണ്ടേ ഇന്നലത്തെ വഴക്ക് മാത്രമല്ല തീർന്നത്. ഇനി ഒരു 2 മാസത്തേക്ക് ഒരാവശ്യവും പറയത്തില്ല. പറയാൻ തുടങ്ങുമ്പോഴേ മനസ്സിൽ തോന്നും, പാവം ശിശുപാലൻ ചേട്ടൻ കഴിഞ്ഞ മാസം മിക്സി വാങ്ങി തന്നതല്ലേ, ഇനി പുതിയ ആവശ്യങ്ങളൊന്നും പറയുന്നത് ശരിയല്ല എന്ന്. ശിശുപാലൻ ചേട്ടൻ പറഞ്ഞ നന്നായി. എന്റെ കല്യാണം കഴിയട്ടെ, എന്ത് വാങ്ങി തന്നാലും ഞാൻ വിടില്ല. എനിക്കൊരു പുതിയ ആവശ്യം വന്നാൽ ഞാൻ ചോദിക്കുകയും ചെയ്യും.
അതൊക്കെ പ്രൊഫസർ ഇപ്പൊ പറയും. കല്യാണം കഴിഞ്ഞ എത്ര തന്റേടിയായ പെണ്ണായാലും വെറും പാവായിപ്പോ. അതാ ലോക നിയമം. എന്താ ഇവിടെ? ഒന്നുമില്ല സാർ. ജോലി ചെയ്യാൻ നോക്ക്. ആ വിദ്യ, എന്തായി നിന്റെ കാര്യങ്ങള്? വേറെ ഒരു വഴിയില്ലാത്തോണ്ടാട്ടോ ഇത് നിന്റെ പൈസ തരാത്തത്. വേറൊന്നും വിചാരിക്കല്ലേ. പുരുഷോത്തമൻ അടുത്ത ആഴ്ച പൈസ തന്നാൽ ആ നിമിഷം ഞാനത് തന്നേക്കാം. ഓ, അതൊന്നും നടന്നില്ല. ബഷീർ കടയിൽ നിന്ന് ആ ഫർണിച്ചർ വാങ്ങാനായിരുന്നു പരിപാടി. പക്ഷെ മോഹനേട്ടൻ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഒടുക്കത്തെ പിശുക്കല്ലേ. ആ, ആളെത്തിനുണ്ട്, ഞാൻ വിളിക്കാം. നല്ല ക്ഷീണം, ഒരു ചായ എടുക്ക. ഇതൊന്നും മിണ്ടായിരിക്കുന്നത്. ദാമോദർ സാറിന്റെ സ്ഥലങ്ങളൊക്കെ പോയിട്ട് വന്നപ്പോ ക്ഷീണിച്ചു പോയി. സാറിന്റെ ഭാര്യ വീട്ടിലാത്തോണ്ട് അവിടെയും ചായ ഉണ്ടാക്കിയില്ല. ഇവിടെയും ചായ ഉണ്ടാക്കിയിട്ടില്ല. ചായ ഉണ്ടാക്കില്ല? എന്താ? എനിക്ക് ചായ ഉണ്ടാക്കാൻ തോന്നിയില്ല. കാരണം ദേ, ഞാൻ രാവിലെ പറഞ്ഞത് വളരെ ന്യായമായ ഒരു ആവശ്യമാണ്. പക്ഷെ അപ്പൊ മോഹനേട്ടൻ വലുത് മോഹനേട്ടന്റെ പൈസയാണ്. ഞാനിവിടെ മോഹനേട്ടൻ ചായ ഉണ്ടാക്കി നിൽക്കുന്ന ഒരു വേലക്കാരിയല്ലേ. വേലക്കാരുടെ ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ വീട്ടിൽ വില ഉണ്ടാവില്ലല്ലോ. ഇനി ഇങ്ങനെ പറ്റില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഇന്ന് ഞാൻ അടുക്കള കയറണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇതെന്താണ്? ബഷീറിന്റെ കടയിൽ സെറ്റിയുടെ പണം അടച്ചതിന്റെ ബില്ല്. എന്താ നമ്മോട്ട് നോക്കുന്നത്? 14,200 രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചു. അതിനടച്ച ബില്ലായത്. സെറ്റ് ചെയ്ത ആളെ ബഷീർ കൊണ്ടുവരും. മോഹനേട്ടാ, ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോഹനേട്ടൻ എന്താ പറ്റിയത്? നിന്റെ ഒരാവശ്യവും ഞാൻ സാധിച്ചു തരാറില്ല എന്നാണല്ലോ പറയാറുള്ളത്. ഇപ്പൊ പരാതി മാറിയല്ലോ. മാറിയെന്നോ? എന്റെ മോഹനേട്ടൻ അല്ലെങ്കിൽ സ്നേഹമുള്ള ആളാന്ന് എനിക്ക് അറിഞ്ഞൂടെ? അല്ല, കയ്യിൽ പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇത് എവിടെ ഒപ്പിച്ചു? ശമ്പളം നേരത്തെ കിട്ടിയോ? ഇല്ല. പിന്നെ ഇതെവിടുന്ന? സഹകരണ ബാങ്കിൽ നിന്ന് എടുത്തോ? അതെങ്ങനെ എടുക്കും? ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലേ, നേരത്തെ എടുത്താ പലിശ പോവും. പിന്നെ പൈസ എവിടെ കിട്ടിയത് പറ. ഒട്ടും പ്രതീക്ഷിക്കാതെ കുറച്ച് പൈസ കിട്ടി. കിട്ടാനുണ്ടായിരുന്നു, അത് കിട്ടി. എവിടുത്തെ മോനേട്ടാ? അതൊക്കെ കിട്ടി. ആ, ഞാൻ ഫോൺ എടുക്ക. ഞാൻ ഈ ഷർട്ടും മുണ്ടും മാറിട്ട് വരാം. എനിക്കറിയാലോ, അല്ലല്ലോ എന്റെ മോഹനേട്ട പാവാന്ന്. ഹലോ വക്കീലെ, ഞാനാ പുരുഷോത്തമൻ. ആ, എന്താ പുരുഷോത്തമ? വക്കീലിന് തരാനുള്ള കാശ് ഞാൻ സാറിന്റെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആരുടെ ഇല്ല? മോഹനേഷ് സാറിന്റെ കൊടുത്തു. എന്ന്? അതെന്ത് ചോദ്യം വക്കീലെ? രാവിലെ വക്കീൽ എന്നോട് അത്രയും ദേഷ്യപ്പെട്ടതുകൊണ്ട് ബ്ലേഡ് കമ്പനി നടത്തുന്ന ദിവാകരനെ കണ്ട് പലിശയ്ക്ക് കാശ് വാങ്ങി വക്കീലിനെ കാണാൻ വരികയായിരുന്നു. അപ്പോഴാ വഴി വെച്ച് മോഹനേഷ് സാറിനെ കണ്ടത്. ഞാൻ അങ്ങോട്ടാണെന്ന് പറഞ്ഞപ്പോ സാറ് പറഞ്ഞു പൈസ സാറിന്റെ കൈ കൊടുത്താൽ മതിയെന്ന്. സാറ് വക്കീലിനെ ഏൽപ്പിച്ചോളാന്ന് പറഞ്ഞു. ഞാൻ 15,000 രൂപ സാറിന്റെ കൈ കൊടുത്തിട്ടുണ്ട്. ബാക്കി 2,000-ന് ഒരാഴ്ച അവധി തരണം വക്കീലെ. ശരി വക്കീലെ. ഈശ്വരാ, അപ്പൊ അത് 15,000 ആണോ? ഇന്ന് ഓഫീസറെ ഞാൻ തട്ടും. മോഹനന്റെ പുരുഷോത്തമനെ കണ്ടോ? കണ്ടു. എന്നിട്ട്? പുരുഷോത്തമൻ ഒരു 15,000 രൂപയുടെ കയ്യിൽ തന്നു. അതെവിടെ? ബഷീറിന്റെ ഫർണിച്ചറിനെ കൊടുത്തു. ആരോട് ചോദിച്ചിട്ട്? വാടകന് ചോദിക്കണോ? നീ പറഞ്ഞു ബഷീറിന്റെ കടയിൽ നിന്ന് ഒരു സെറ്റ് വാങ്ങണമെന്ന്. ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന്. അപ്പൊ നീ പറഞ്ഞു എങ്ങനെയെങ്കിലും വാങ്ങിയേ പറ്റൂ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പൈസ അങ്ങനെ ധൂർത്തടിക്കാൻ പറ്റില്ല എന്ന്. അപ്പൊ നീ പറഞ്ഞു അത് ധൂർത്തല്ല,
ആ സെറ്റ് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, മതി മോഹനേട്ടാ, ആ പൈസ വിദ്യാലക്ഷ്മി കൊടുക്കാനുള്ള പൈസയായിരുന്നു. പക്ഷേ അതിനേക്കാൾ അത്യാവശ്യമല്ലേ സെറ്റ്? എന്റെ പൈസ എന്നോട് ചോദിക്കാൻ ചെലവാക്കാൻ മോഹനേട്ടൻ ആരാ പറഞ്ഞത്? അതിപ്പോ നമ്മുടെ പൈസ അല്ലേ ഭാമേ? എന്റെ പൈസ, നിന്റെ പൈസ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വീട്ടിലൊരു ആവശ്യം വന്നു, എന്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് നിന്റെ പൈസ എടുത്തു, അത്രേ ഉള്ളൂ. മോഹനേട്ടാ, ഇപ്പൊ ഈ കാണിച്ചത് മോശമാണ്. എനിക്ക് ആ പൈസ കൊണ്ട് അത്യാവശ്യം ഉണ്ടായിരുന്നതാ. ഇനി ഞാൻ വിദ്യാലക്ഷ്മി എന്ന് പറയും. സെറ്റ് വാങ്ങുന്നതിനെക്കൊണ്ടുള്ള അത്യാവശ്യം കൊടുക്കാനുള്ള പണം കൊടുക്കുന്നല്ലേ? അപ്പൊ നമുക്ക് കാര്യങ്ങൾ അറിയാം. നിന്റെ പൈസയുടെ കാര്യം വന്നപ്പോ അത് എങ്ങനെ ചെലവാക്കണമെന്ന് നീ തീരുമാനിക്കും. ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയുടെ കാര്യത്തിൽ എനിക്കുമില്ലേ ആ സ്വാതന്ത്ര്യം? നിന്റെ പൈസ എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടി പറഞ്ഞ നേരാ. അത് പുരുഷത്വം നിനക്ക് തരാനുള്ള പൈസയല്ല, ശിശുപാലൻ എനിക്ക് തരാനുണ്ടായിരുന്ന പൈസയാ. ആ പൈസ ഞാൻ സഹകരണ ബാങ്കിൽ ഇടായിരുന്നതാ. പിന്നെ വിചാരിച്ചു നിന്റെ ഒരു ആഗ്രഹമല്ലേ നടന്നോട്ടെ എന്ന്. സോറി. അല്ല, എന്റെ പൈസ മോഹനേട്ടൻ എടുത്തു ഞാൻ കരുതിയില്ലേ, അതിന്. ഓരോരുത്തർക്കും പൈസ കൊണ്ട് ഓരോരോ ആവശ്യം ഉണ്ടാവും, അത് മാത്രം ഓർത്താ മതി. വാശി പിടിക്കുമ്പോ മറ്റേയാളെ പറ്റി ചിന്തിക്കണം. താങ്ക്സ് മോഹനേട്ടാ. എന്തിനാ? സെറ്റിയുടെ പൈസ കൊടുത്തല്ലേ, അതിന്. എന്തൊക്കെ പറഞ്ഞാലേ എന്റെ മോഹനേട്ട സ്നേഹമുള്ള ആള്. രാവിലെ പറഞ്ഞു പിശുക്കനാണെന്ന്. പിശുക്കുണ്ട്, പക്ഷേ കുറച്ച് പിശുക്കൊക്കെ ആർക്കാ ഇല്ലാത്തത്. വഴിയിൽ കിടക്കുന്ന തേങ്ങ എടുത്ത് ഗണപതിക്ക് അടിക്കുക എന്ന പരിപാടിയാണ് മോഹനകൃഷ്ണൻ ചെയ്തതായി സത്യഭാമ കരുതിയത്. സത്യഭാമയുടെ കാശുകൊണ്ട് സത്യഭാമയുടെ മോഹം സാധിച്ച ശേഷം സ്നേഹസമ്പന്നനായ ഭർത്താവായി വേഷം കെട്ടുകയായിരുന്നില്ല വില്ലേജ് ഓഫീസർ എന്ന സത്യം പുറത്തു വന്ന നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം. കാര്യനിസാരം തുടരുന്നു. Hello YouTube, my name is Lakshmi Menon. Welcome to my channel. So FB-യിൽ മാത്രം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രതിഭാസങ്ങളെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. So let's begin the tour. Samagra Sambhavana Award 2014 and the winner is Ahmed Siddiqui for various films. കൈവച്ച എല്ലാ മേഖലകളിലും തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് വളരെ മോശമാക്കിയ ഒരാളാണ് കഴിഞ്ഞ വർഷം അഹമ്മദ് സിദ്ദിഖി അഥവാ ഗോഡ് സ്പീഡ്.